പതിവ് പോലെ ഇന്നത്തെ യാത്രയും കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ലക്ഷ്യസ്ഥാനം ഊട്ടിയാണ്. കൊല്ലത്ത് നിന്നും ഊട്ടിയിലേക്കൊരു ട്രെയിൻ യാത്ര. അപ്പോൾ ആദ്യം കോയമ്പത്തൂരിൽ എത്തണം. കോയമ്പത്തൂരിൽ എത്താൻ വേണ്ടിയിട്ട് രപ്തിസാഗറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഞായറാഴ്ച ദിവസമാണ്, മാർച്ച് മാസം 29-ാം തീയതി 2026 ആണ്ട്. അപ്പോൾ ഈ ട്രെയിൻ എത്തിക്കഴിഞ്ഞു. ഇച്ചിരി ലേറ്റാണിത്. അപ്പോൾ ഈ ട്രെയിനിൽ കയറി കോയമ്പത്തൂർ ഇറങ്ങുക, അവിടെ നിന്ന് മേട്ടുപ്പാളയത്ത് പോവുക. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇപ്പോൾ ഇടയ്ക്ക് വെച്ചൊരു പ്രശ്നമുണ്ടായി. ഈ ട്രെയിനുകളൊക്കെ വഴിതിരിച്ചു വിടുന്നു, എന്തോ പണി നടക്കുന്ന കാരണം. അപ്പം പോടന്നൂർ ജംഗ്ഷനിൽ ഇറങ്ങാനായിട്ട് നിർദ്ദേശം വന്നു. അങ്ങനെ ഞങ്ങൾ പോടന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് വേണം കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട്. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അടുത്ത ട്രെയിനിൽ കയറി മേട്ടുപ്പാളയത്തെത്തുക. അതാണ് ഇപ്പോഴത്തെ പുതിയ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ. ഇത് പോടന്നൂർ റെയിൽവേ സ്റ്റേഷനാണ്. ചില ട്രെയിനുകൾ കോയമ്പത്തൂർ വരാതെ പോടന്നൂർ വഴി പാലക്കാട് എത്തിയിട്ട് കേരളത്തിലേക്ക് വരാറുണ്ട്. പക്ഷേ മിക്കവാറും എല്ലാ ട്രെയിനുകളും കോയമ്പത്തൂർ പോകുന്ന ട്രെയിനുകളാണ്. ഇപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് മെമു എക്സ്പ്രസ് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നത്. ആ മെമു എക്സ്പ്രസ് ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇത് 5:55-നാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത്. ഈ ട്രെയിൻ ഇപ്പം ലേറ്റായി, 1 മണിക്കൂർ ലേറ്റായിട്ട് മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ഇവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. റൂമിലേക്ക് പോകണം. അടുത്ത ദിവസം രാവിലെയാണ് ഊട്ടിക്കുള്ള ട്രെയിൻ. ഏകദേശം രാവിലെ 30-ാം തീയതി രാവിലെ 6:30 മണിയായിട്ടുണ്ട്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. റെഡ് ടാക്സിയൊക്കെ പിടിച്ചിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നത്. ഇത് മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനാണ്. നല്ല ഭംഗിയാണ്. ഇത് നല്ലൊരു താഴ്വാരത്താണ്. മലനിരകളാണ് ഇതിൻ്റെ ചുറ്റും കിടക്കുന്നത്. ഊട്ടി മലനിരകൾ, നീലഗിരി മൗണ്ടൻ റേഞ്ച്. ഇതാണ് പ്ലാറ്റ്ഫോം. നമ്മളെ ട്രെയിൻ പുറപ്പെടുന്ന പ്ലാറ്റ്ഫോം ഇതാണ്. ഇത് മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷന് സമീപം സ്ഥിതി ചെയ്യുന്ന നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ ചരിത്രവും പൈതൃകവും വിളിച്ചോടുന്ന ബ്ലാക്ക് തണ്ടർ റെയിൽവേ മ്യൂസിയമാണ്. ഊട്ടി ട്രെയിനിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളും പഴയകാല റെയിൽവേ രീതികളും വ്യക്തമാക്കുന്ന അപൂർവമായ ചിത്രങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. റെയിൽവേ ട്രാക്കുകളുടെയും കോച്ചുകളുടെയും മിനിയേച്ചർ മോഡലുകൾ ഈ മ്യൂസിയത്തിലുണ്ട്. പഴയകാലത്ത് സിഗ്നലിങ്ങിനും ആശയവിനിമയത്തിനും ഉപയോഗിച്ചിരുന്ന പുരാതന ഉപകരണങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. റെയിൽ മ്യൂസിയത്തിൽ ഉള്ള സന്ദർശനമാണ്. ഇത് ഫ്രീ ആയിട്ടാണ് നമുക്കിവിടെ പ്രവേശിക്കാൻ കഴിയുന്നത്. ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ ഇരിപ്പുണ്ട്. അയാളുടെ മുമ്പിൽ ഒരു രജിസ്റ്ററുണ്ട്. ആ രജിസ്റ്ററിൽ നമ്മൾ പേരും അഡ്രസ്സും ഒക്കെ എഴുതി ഒന്ന് ഒപ്പിടണം. ആരൊക്കെ വന്നു പോയി എന്ന് അവർക്കൊരു കണക്കിന് വേണ്ടിയിട്ടായിരിക്കും അത് വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫീസൊന്നും ഇല്ല ഇവിടെ കയറി കാണുന്നതിന്. അപ്പോൾ സമയം ധാരാളം ഉള്ളതുകൊണ്ട് ഞങ്ങളിവിടെ കയറിയതാണ്. ഞങ്ങൾ രാവിലെ 6:15 ആയപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയാണ്. 7:15-നാണ് ഞങ്ങളുടെ ട്രെയിൻ പുറപ്പെടുന്നത്. അപ്പോൾ ആ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് ഒന്ന് കറങ്ങിയാണ്. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 2 ഇവിടെ നിന്നാണ് ഊട്ടിക്കുള്ള ടോയ് ട്രെയിൻ പുറപ്പെടുന്നത്. NMR എന്ന് പറയും. നീൽഗിരി മൗണ്ടൻ റെയിൽവേ എന്നാണ് അറിയപ്പെടുന്നത്. NMR. ഇവിടെ ഇപ്പം തന്നെ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ചെറിയ റിഫ്രഷ്മെൻറ്റ് സ്റ്റാളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പോയി ഒന്ന് ഫുഡ് കഴിക്കണം. ഇതിനിടയ്ക്കൊന്നും ഫുഡ് കിട്ടാൻ സാധ്യതയില്ല. 5 മണിക്കൂർ കഴിയും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഊട്ടിയിൽ എത്തിച്ചേരാനായിട്ട്. ഇതിനൊരു ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. 2 ഓർഡിനറി റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റും ഒരു ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റുമാണ് ഉള്ളത്. അപ്പോൾ ട്രെയിനിലേക്കുള്ള എല്ലാവരും കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ട്രെയിൻ അതിൻ്റെ ഡോറൊക്കെ തുറന്നിട്ടുണ്ട്. ഇതാണ് ട്രെയിനിൻ്റെ ഉൾഭാഗം. അപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ പുറപ്പെട്ട് കഴിഞ്ഞു. ഏകദേശം ഒരു അരമണിക്കൂർ ലേറ്റായിട്ടാണ് പുറപ്പെട്ടത്. ഇപ്പോൾ ഞങ്ങൾ കല്ലാർ റെയിൽവേ സ്റ്റേഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഇത് ഊട്ടിക്ക് പോകുന്ന വണ്ടികളാണ് കിടക്കുന്നത്. ഊട്ടിയിൽ നിന്ന് വരുന്ന വണ്ടികൾ, അങ്ങോട്ട് പോകാനുള്ള വണ്ടികളും ഈ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇതൊക്കെ താഴ്വാരങ്ങളാണ്. കയറ്റം കയറാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ കല്ലാർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്.
ഈ കല്ലാർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ ഉടനെ കുത്തനെയുള്ള കയറ്റം തുടങ്ങുകയാണ്. കുത്തനെയുള്ള കയറ്റം കയറാൻ തുടങ്ങും. ഇവിടെ വെച്ചാണ് ട്രെയിനിൽ റാക്ക് ആൻഡ് പിനിയൻ സംവിധാനം ഉപയോഗിച്ച് തുടങ്ങുന്നത്. അതായത് പൽചക്രത്തിൽ പിടിച്ചിട്ടാണിത് പോകുന്നത്. ഇവിടെ ഈ റിമോട്ടായിട്ടുള്ളൊരു പ്രദേശമാണിത്. കാടിൻ്റെ അടുത്തുള്ള പ്രദേശമായതുകൊണ്ട് ആനകളൊക്കെ ക്രോസ് ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഇതെന്ന്. ചില സമയത്ത് നമുക്ക് ആനകളെ കാണാനായിട്ട് കഴിയും ഇവിടെ നിന്ന്. അപ്പം കല്ലാറിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് ടിക്കറ്റൊന്നും കൊടുക്കുന്നില്ല. ഇവിടെ ഒരു എഞ്ചിനിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിർത്തിയത്. ഇത് വളരെ പതുക്കെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ പൽചക്രത്തിൽ പിടിച്ച് കയറുന്നതുകൊണ്ടാണ് ഈ പതുക്കെയായി പോകുന്നത്. തിരിച്ചുവരെ ഇത്ര സമയം എടുക്കത്തില്ലെന്ന് തോന്നുന്നു. കുറേ ഈ പാലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഈ പാലങ്ങളൊക്കെ കടന്ന് വേണം നമുക്ക് പോകാനായിട്ട്. കുറേ തുരങ്കങ്ങളൊക്കെ ഉണ്ട്. പാലങ്ങളും തുരങ്കങ്ങളും ഒക്കെ കടന്ന് ആണ് കയറി പോകുന്നത്. ആ തുരങ്കത്തിൽ കൂടെ കടന്നു വരികയാണ് ഞങ്ങൾ. ഇവിടെ താഴെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ചെറിയൊരു അരുവിയൊക്കെ ഒഴുകി പോകുന്നുണ്ട്. അതൊരു വെള്ളച്ചാട്ടമായി മാറുന്നുണ്ട്. നല്ല മഴയുള്ള സമയത്താണെങ്കിൽ നല്ല വെള്ളച്ചാട്ടമായിട്ട് ഇത് മാറി. നല്ല കൊടുങ്കാട്ടിൻ്റെ ഉള്ളിലൂടെയാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നല്ല കയറ്റം കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാനേ ഉള്ളൂ, വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിർത്തുന്നത്. ഇതിന് അഡർലി റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഇതിൻ്റെ പേര്. നീലഗിരി മൗണ്ടൻ റെയിൽവേയിലെ ഏറ്റവും ശാന്തവും ഏകാന്തവുമായ സ്റ്റേഷനുകളിൽ ഒന്നാണ് അഡർലി റെയിൽവേ സ്റ്റേഷൻ. ഇത് 725 മീറ്റർ ഉയരത്തിലാണ് സമുദ്രനിരപ്പിൽ നിന്ന്. ഇവിടെ ഒരു അഡർലി ടീ എസ്റ്റേറ്റ് ഉണ്ട്. പണ്ട് ഈ ടീ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത് ഈ ട്രെയിൻ അന്നത്തെ കാലത്ത്, ചരക്കുകൾ നീക്കം ചെയ്യുന്നതിനും മറ്റുമായിട്ട്. ഇപ്പം അഡർലി റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ട് ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അഡർലി റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് സമയമുണ്ട്, 15 മിനിറ്റ് എടുക്കാം. കാരണം ഞാൻ വെള്ളം നിറയ്ക്കാനായിട്ടുള്ള സമയമാണത്. വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ ഉടനെ ഒരു വലിയൊരു തുരങ്കമാണ് വരുന്നത്. ആ തുരങ്കം കാണാം നമുക്ക് ഇവിടെ നോക്കിയാൽ. ഇവിടെയൊക്കെ പൽചക്രം കണ്ടില്ല, നടുക്കോട്ടുള്ളത് പൽചക്രമാണ്. അത് പിടിച്ചിട്ടാണ് ട്രെയിൻ കയറി പോകുന്നത്. അപ്പോൾ അന്ന് ഈ എസ്റ്റേറ്റിലെ ചരക്കുകളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന സ്റ്റേഷനാണിത്, അഡർലി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അഡർലി റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ടു മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറ്റം തന്നെയാണ്. അഡർലി റെയിൽവേ സ്റ്റേഷൻ 725 മീറ്റർ ഉയരത്തിലാണ്. അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് ഹിൽ ഗ്രോവ് റെയിൽവേ സ്റ്റേഷൻ. ഇത് 1100 മീറ്റർ ഉയരത്തിലാണ്. ഇവിടെ കാടിൻ്റെ മലനിടയിലാണ് ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കഫറ്റീരിയയിൽ നിന്നും ചായ കടിയൊക്കെ കിട്ടും. നല്ല ചൂട് ചായ ഈ ഒരു എസ്പ്രസ്സോയിൽ കുടിക്കുന്ന നല്ല രസമായിരിക്കും. അപ്പോൾ ഹിൽ ഗ്രോവ് റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. 1100 മീറ്റർ ആയിരുന്നു ഹിൽ ഗ്രോവ് റെയിൽവേ സ്റ്റേഷൻ. ഇനി അടുത്ത റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി പോവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ തുരങ്കങ്ങളും പാലങ്ങളും ഒക്കെ ഉണ്ടാവും. ഉയരത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. താഴെ റോഡൊക്കെ കാണാം. അത് ഊട്ടി റോഡാണ്. ഊട്ടിയിൽ നിന്ന് വരുന്നതും പോകുന്നതായിട്ടുള്ള റോഡാണ് ആ കാണുന്നത്. വളരെ അകലെയായിട്ടാണ് റോഡ് കാണുന്നത്. ഇപ്പം ഞങ്ങൾ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. 4ാമത്തെ റെയിൽവേ സ്റ്റേഷൻ. ഇതിൻ്റെ പേര് റണ്ണിമേട് റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. കാടിനുള്ളിലുള്ള യാത്ര കഴിഞ്ഞ് ട്രെയിൻ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളിലേക്ക് പ്രവേശിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇതുവരെ കാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ആ കാണുന്നതൊക്കെ തേയിലത്തോട്ടങ്ങളാണ്. നല്ല ഭംഗിയാണത് കാണാനായിട്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1400 മീറ്റർ ഉയരത്തിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ കുറേ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. ആ താഴ്വാരത്ത് നല്ല ഭംഗിയൊക്കെ ഉണ്ട്. കുറേ സിനിമകളുടെയൊക്കെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ള ലൊക്കേഷൻ കൂടിയാണ്. ആ ജക്രാന്ത മരം ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാം. നല്ല രസമുണ്ട്.
ഒറ്റ മരമായിട്ട്. ഇത് നമുക്ക് മൂന്നാറിലൊക്കെ വെച്ച് കാണാൻ കഴിയും. മൂന്നാറിൽ നിന്ന് മറയൂർ പോകുന്ന വഴിക്കൊക്കെ. ഇവിടെയും വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. ആവി എഞ്ചിനാണ്, അതിലിടയ്ക്കിടയ്ക്ക് വെള്ളം നിറച്ച് കൊടുക്കൊണ്ടിരിക്കണം. വെള്ളം നിറയ്ക്കുന്നുണ്ടല്ലേ. റണ്ണിബീഡ് റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകളാണ്. അവിടെ ഒരു ചെറിയൊരു അരുവിയും നദിയും ഒക്കെ ഉണ്ട്, ഒരു പാലമുണ്ട്. ആ പാലത്തിന് മേളിൽ നിന്നാണ് ഇപ്പം ഞാനിത് വീഡിയോ എടുക്കുന്നത്. നേരെ അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. പൽച്ചക്രങ്ങൾ ഇവിടെയും ഉണ്ട്, അതിൻ്റെ ഉപയോഗം തീർന്നിട്ടില്ല, ഇനി ആവശ്യമുണ്ട്. ഇവിടെ ഇവിടെയൊക്കെ നമുക്ക് പിന്നെ വണ്ടിയിൽ വരാൻ, ഈ വണ്ടി അടുത്തൂടെ പോകുന്നതുള്ളതുകൊണ്ട് വണ്ടിയിൽ വന്നിട്ട് ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ വരാനായിട്ട് പറ്റും നമുക്ക്. ഇപ്പോൾ ഇത് നമ്മൾ മെയിൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് വരികയാണ്. ഇവിടം തൊട്ടാണ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ തുടങ്ങുന്ന റെയിൽവേ സ്റ്റേഷൻ. മേട്ടുപ്പാളയം കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ്, ടിക്കറ്റുള്ള സ്റ്റോപ്പ് കൂണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ കൂണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വണ്ടികളൊക്കെ ഇങ്ങനെ നിരനിരയായി കിടക്കുന്ന ഊട്ടിയിലേക്ക് പോകാനുള്ള വണ്ടികളാണ്. ഈ ഇവിടെ റെയിൽവേ ലൈൻ, നമ്മുടെ ഈ ട്രെയിൻ പോകുന്ന അവിടെ ഒരു ലെവൽ ക്രോസ് ഉണ്ട്. ആ ലെവൽ ക്രോസ് കടന്നിട്ട് വേണം ഊട്ടിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഊട്ടിയിലേക്ക് പോകുന്നതും വരുന്നതും വണ്ടികൾ ഇവിടെ കുടുങ്ങിക്കിടക്കും, ഈ ട്രെയിൻ പോകുന്നവരെ. അപ്പോൾ നമ്മൾ 5ാമത്തെ റെയിൽവേ സ്റ്റേഷനായ കൂണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ വെച്ചിട്ടാണ് മേട്ടുപ്പാളയത്തു നിന്ന് കൂണൂർ വരെ റാക്ക് ആൻഡ് പിനിയൻ മോഡിലാണ് ഇത് ഓടിക്കൊണ്ടിരുന്നതെങ്കിലും ഇവിടെ വെച്ചിട്ട് എൻജിൻ ചേഞ്ച് ചെയ്യും. ഇനി നമുക്ക് പൽചക്രത്തിൻ്റെ ആവശ്യമില്ല. ട്രെയിൻ അത്രയധികം ഹൈറ്റ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പൽചക്രത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇവിടെ വെച്ചിട്ട് എൻജിൻ മാറണം. എൻജിൻ ഡീസൽ ലോക്കോമോട്ടീവായിട്ട് മാറും. അതിന് കുറച്ച് 15 മിനിറ്റ് സമയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും, നല്ല ആംബിയൻസ് ആണ്. ഇവിടെ റിഫ്രഷ്മെൻറ്റ് സ്റ്റാളുണ്ട്, ചായയും കാപ്പിയൊക്കെ കിട്ടും. അതുപോലെ നല്ല ബാത്റൂം സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് പോകാം. എൻ്റെ റെയിൽവേ സ്റ്റേഷനൊക്കെ മനോഹരമായ റെയിൽവേ സ്റ്റേഷനാണ്. കല്ലുകൾ കൊണ്ട് കെട്ടിയ റെയിൽവേ സ്റ്റേഷനൊക്കെയാണ്. പഴയകാല പ്രൗഢി നിലനിർത്തുന്ന ഒരു സ്റ്റേഷൻ കൂടിയാണിത്. ഇവിടെ റിട്ടയറിംഗ് റൂമൊക്കെ ഉണ്ട്, നേരത്തെ നമുക്കത് ബുക്ക് ചെയ്യാനൊക്കെ കഴിയും. അപ്പോൾ വീണ്ടും ഞങ്ങൾ പുറപ്പെട്ടു, എൻജിനൊക്കെ മാറ്റി. ഇപ്പം വീണ്ടും നേരെ ഞങ്ങൾ അടുത്ത റെയിൽവേ സ്റ്റേഷൻ്റെ പേര് വെല്ലിംഗ്ടൺ റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. നീലഗിരി മൗണ്ടൻ റെയിൽവേയിലെ 6ാമത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മേളിലോട്ട് കയറിയാണ്. ഇവിടെ നിന്ന് നമ്മൾ താഴെയാണ് അതിൻ്റെ റെയിൽവേ പ്ലാറ്റ്ഫോം ഉള്ളത്. അവിടെ നിന്ന് ട്രാക്ക് മാറി മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പഴയ എഞ്ചിനൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ വെല്ലിംഗ്ടൺ റെയിൽവേ സ്റ്റേഷൻ അടുത്തെടുത്തിരിക്കുകയാണ്. ഇന്ത്യയിലെ പ്രശസ്തമായ സൈനിക പരിശീലന കേന്ദ്രമായ ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജ് വെല്ലിംഗ്ടണിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ സ്റ്റേഷനും പരിസരവും അതീവ സുരക്ഷയുള്ളതും അതീവ വൃത്തിയുള്ളതുമാണ്. സ്റ്റേഷന് ചുറ്റുമുള്ള വിശാലമായ ഗോൾഫ് കോഴ്സും കണ്ടോൺമെൻറ്റ് ഏരിയയിലെ പൈൻ മരങ്ങളും സഞ്ചാരികൾക്ക് മനോഹരമായൊരു കാഴ്ചാനുഭവമാണ് നൽകുന്നത്. ഇവിടെ കയറാനൊന്നും ആളില്ലാത്തതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, അങ്ങ് വിട്ടുപോവുകയാണ്. വെല്ലിംഗ്ടൺ സ്റ്റേഷൻ വിട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ വെല്ലിംഗ്ടൺ സ്റ്റേഷൻ 6ാമത്തെ റെയിൽവേ സ്റ്റേഷനാണ്. അടുത്ത 7ാമത്തെ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അറവങ്കാട് റെയിൽവേ സ്റ്റേഷനാണ്, 7ാമത്തെ റെയിൽവേ സ്റ്റേഷൻ. ഈ അറവങ്കാടിനെ പ്രശസ്തമാക്കുന്ന ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കോർഡേറ്റ് ഫാക്ടറി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആംസ് ആൻഡ് അമ്മ്യൂണിക്കേഷൻസൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് അറവങ്കാട്. അപ്പോൾ അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറവങ്കാടിൻ്റെ. അപ്പോൾ 7ാമത്തെ റെയിൽവേ സ്റ്റേഷൻ അറവങ്കാട് റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ പിന്നിടുകയാണ്. ഇവിടെ നിന്നും ആരും ടിക്കറ്റൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നിന്നും നിർത്താതെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി. ഇനി നമ്മൾ 8ാമത്തെ സ്റ്റേഷൻ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. 8ാമത്തെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് കേത്തി റെയിൽവേ സ്റ്റേഷനാണ്. 8ാമത്തെ റെയിൽവേ സ്റ്റേഷൻ, അതായത് ഈ സ്റ്റേഷൻ ലോകപ്രശസ്തമായ കേത്തി താഴ്വര, ഈ കാണുന്ന കേത്തി താഴ്വരയാണ്. കേത്തി വാലിയുടെ കവാടം കൂടിയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. കേത്തി താഴ്വരയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്
ദക്ഷിണേന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ്. ആ ഒരു ഭൂപ്രകൃതിയാണ് നമുക്ക് ആ താഴ്വാരം കാണുമ്പോൾ സ്വിറ്റ്സർലൻഡിന് ഈക്വലൻ്റായിട്ട് നമുക്ക് തോന്നും. ആ ട്രെയിൻ ഇങ്ങനെ പോകുമ്പോൾ ആ താഴ്വാരം കാണുന്ന അതിമനോഹരമാണ്. ഈ കെത്തി റെയിൽവേ സ്റ്റേഷൻ അത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിലൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ്. 2100 മീറ്ററിലധികം ഉയരത്തിലാണ് ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. കമൽഹാസൻ അഭിനയിച്ച മൂന്നാം പിറൈ എന്ന സിനിമയിലെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിച്ചത് ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. മനോഹരമായ റെയിൽവേ സ്റ്റേഷനാണ്. ഞാൻ നേരത്തെ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിക്കാൻ വന്നിട്ടുണ്ട് കുറേ നാൾ മുമ്പ്, 2 വർഷം മുമ്പേ. അന്ന് ഇവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകാൻ പറ്റിയില്ല എനിക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ആളെ ഇറക്കത്തില്ല. നേരത്തെയുള്ള ആദ്യത്തെ നാൾ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവർക്കും ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങത്തില്ല, അതങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫിക്ക് അനുയോജ്യമായ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് നമ്മുടെ കെത്തി വാലി റെയിൽവേ സ്റ്റേഷൻ. ധാരാളം ആൾക്കാർ ഈ ട്രെയിനിൽ കയറാനല്ലാതെ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ കെത്തി വാലിയിലേക്ക് വരാറുണ്ട്. അപ്പോൾ 8ാമത്തെ റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ട് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2100 മീറ്റർ ഉയരത്തിലായി നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് 9ാമത്തെ റെയിൽവേ സ്റ്റേഷനാണ്. ഇത് നല്ല മനോഹരമായ കാഴ്ചയാണ്. ഈ കേത്തിക്കും അടുത്ത സ്റ്റേഷനും ഇടയ്ക്കുള്ള കാഴ്ചകൾ നോക്കിയുള്ളൂ. ഈ കാണുന്ന കാഴ്ചകളൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളാണ്. ട്രെയിൻ വളരെ സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നമുക്കിവിടെ കഴിയും. കെത്തി വാലിയാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങളടുത്ത ഏകദേശം അടുത്ത റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് 9ാമത്തെ റെയിൽവേ സ്റ്റേഷൻ ലൗഡെയിൽ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഇതിൻ്റെ പേര്. സമുദ്രനിരപ്പിൽ നിന്നും 2193 മീറ്റർ ഉയരത്തിലാണ് ലൗഡെയിൽ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ ഒന്നായ ലോറൻസ് സ്കൂൾ ലൗഡെയിലാണ് ഉള്ളത്. ഈ റെയിൽവേ സ്റ്റേഷനിലും ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. ട്രെയിനിലല്ല വന്നതന്നേ ഉള്ളൂ, കാറിൽ വന്നിട്ട് ഇവിടേക്ക് ഇറങ്ങി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ നേരത്തെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലൗഡെയിൽ റെയിൽവേ സ്റ്റേഷൻ മാത്രമായിട്ട്. ഇവിടെ ആൾക്കാർ നിൽക്കുന്ന കണ്ടില്ലേ, ഇതിൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരായി ട്രെയിൻ പോകുന്നത്. ഷാറൂഖ് ഖാൻ അഭിനയിച്ച ദിൽസയിലെ പ്രശസ്തമായ ചയ്യ ചയ്യ പാട്ടിൻ്റെ ചില ഭാഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ സ്റ്റേഷൻ്റെ പരിസരത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ലൗഡെയിൽ റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ടിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ, അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലൗഡെയിൽ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് വേറെ റെയിൽവേ സ്റ്റേഷനൊന്നുമില്ല. നേരെ നമ്മൾ ഊട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇവിടെ നോക്കി നമുക്ക് ഇവിടെ റോഡും റെയിൽവേ ലൈനും പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സുന്ദരമായ കാഴ്ചകളാണ് തേയിലത്തോട്ടത്തിൻ്റെ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഈ ട്രെയിനിൽ നിന്ന്. ഇത് ഊട്ടി തടാകമാണ്. അപ്പോൾ നമ്മൾ ഊട്ടിയിൽ ഏകദേശം എത്തിച്ചേർന്നിരിക്കുകയാണ്. നീൽഗിരി മൗണ്ടൻ റെയിൽവേയുടെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷനാണ് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ പ്രധാന ഭാഗമാണ് ഊട്ടി റെയിൽവേ സ്റ്റേഷൻ. 1908 ഈ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത്. ഏകദേശം 2211 മീറ്റർ ഉയരത്തിലാണ് ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണിത്. അങ്ങനെ മാർച്ച് 29 രാവിലെ കൊല്ലത്ത് നിന്നും തുടങ്ങിയ ട്രെയിൻ യാത്ര മാർച്ച് 30 ഉച്ചയ്ക്ക് 12:30 മണിക്ക് ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ അവസാനിക്കുകയാണ്. അപ്പം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്ന് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആളുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊല്ലം മുതൽ ഊട്ടി വരെ ഒരു ട്രെയിൻ യാത്ര, ഫുൾ ട്രെയിൻ ജേണി ആയിരുന്നു. വേറെ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല.